നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ ഇന്ന് ഇന്ത്യ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ നെതർലൻഡ്സ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി സൂപ്പർ എയ്റ്റിലേക്ക് കടന്നതാണ്. ആരൊക്കെയാണ് സൂപ്പർ എയ്റ്റിലെ എതിരാളികളെന്നും ആരോടൊക്കെയാണ് ഏതൊക്കെ ദിവസമാണ് ഏറ്റുമുട്ടുന്നത് എന്നൊക്കെ തീരുമാനമായതാണ്. നമ്മൾ ഇന്നലെ ഇന്ത്യയുടെ സൂപ്പർ എയ്റ്റിലെ ഫിക്സർ എങ്ങനെയാണ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഈ കളി ഡെഡ് റബ്ബറാണ്. അപ്പോൾ ഈ കളിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമോ ടീമിൽ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സഞ്ജു സാംസണിന് അവസരം ലഭിക്കുമോ? സഞ്ജു ആകെ ഒരു കളിയാണ് കളിച്ചത്. അത് അഭിഷേക് ശർമ്മക്ക് അസുഖമായതുകൊണ്ട് കളിച്ചതാണ്. ഇപ്പോൾ ഈ ഡെഡ് റബ്ബർ, ഒരു പ്രാധാന്യവുമില്ലാത്തൊരു മത്സരം കളിക്കുമ്പോൾ അതിൽ സഞ്ജുവിന് അവസരം കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അഭിഷേക് ശർമ്മയുടെ കഴിഞ്ഞ 2 മത്സരത്തിലെ മോശം പ്രകടനം അത് അദ്ദേഹത്തെ വീണ്ടും ഫോമിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെ തുടരും ഓപ്പണിങ്ങിൽ എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഇഷാൻ കിഷൻ മിന്നും ഫോമിലാണ്. അദ്ദേഹത്തിൻ്റെ മൊമെൻറ്റം നഷ്ടപ്പെടുത്താതിരിക്കാൻ അദ്ദേഹത്തെയും കളിപ്പിക്കുക എന്നതാണ് തീരുമാനമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഇനി മറിച്ചെന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നിലവിൽ സഞ്ജു കളിക്കാനുള്ള സാധ്യത കുറവാണ്. ഇന്ത്യൻ ടീമിൽ പിന്നൊരു മാറ്റത്തിന് സാധ്യത പറയുന്നത് കുൽദീപ് യാദവ് കഴിഞ്ഞ കളി ശ്രീലങ്കയിലായതുകൊണ്ട് കളിച്ചല്ലോ. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി കുറച്ചുകൂടി ക്യുക്കറായ അഹമ്മദാബാദ് പിച്ചിൽ അർഷ്ദീപ് സിംഗിനെ ഇറക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ആ ഒരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബിൾ 11 എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, ഹർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി. ഈ താരങ്ങളാണ് ഇന്ത്യയുടെ ആദ്യ ലെവലിൽ ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നെതർലൻഡ്സിൻ്റെ കാര്യത്തിൽ അവർ ടിം വാണ്ടർ ഗൗട്ടൻ അതുപോലെ തന്നെ കെയിൽ ക്ലെയിന് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ചത്. പോൾ വാൻ മീക്കഡൻ ഈ 3 മത്സരങ്ങളിൽ ഒരു കളി മാത്രമാണ് കളിച്ചത്. സോ ലെഫ്റ്റ് ആം ക്വിക്ക് ബൗളർ ഫ്രെഡ് ക്ലാസിനെ അവർ ഉൾപ്പെടുത്തുകയുണ്ടായി. സോ ഇനി ഏത് രൂപത്തിലുള്ള 11 കൊണ്ട് ഇറങ്ങുമെന്നുള്ളതെന്ന് കണ്ടറിയണം. ഡെഡ് റബ്ബറാണ്, അതുകൊണ്ട് എല്ലാവർക്കും അവസരം കൊടുക്കാമെന്നായിരിക്കും ഒരു പക്ഷേ അവർ ചിന്തിക്കുക. അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ 11 നമ്മൾ കാണുന്നത് മൈക്കിൾ ലെവിറ്റ്, പിന്നെ മാക്സ് ഒഡൌഡ്, ബാസ് ദിലീഡ്, കോളിൻ അക്കർബൻ, സ്കോട്ട് എഡ്വാർഡ്സ്, സാക് ലിയൻ കാച്ചിറ്റ്, ലോഗൻ വാൻ ബീക്ക്, ആര്യൻ ദത്ത്, റോൾഫ് വാണ്ടർ മെർവ്, പിന്നെ കെയിൽ ക്ലെയിനോ, ഫ്രെഡ് ക്ലാസനോ, വാൻ മീക്കറിനോ ഇതിലൊരാൾ കളിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതാണിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അവർ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവസാനത്തെ വേൾഡ് കപ്പ് മാച്ചാണല്ലോ. അപ്പോൾ അഹമ്മദാബാദ് പിച്ചിൽ റൺ ഒഴുകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നെങ്കിൽ എന്തായാലും 200 മുകളിലൊരു റൺസ് പ്രതീക്ഷിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.